SAP സർട്ടിഫിക്കേഷൻ 50,000-നൊക്കെ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പുറത്ത്. പിന്നെ അതിന്റെ മാർക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ 1,30,000 പ്ലസ് GST ആണ്. ഇൻഡസ്ട്രി ചെല്ലുമ്പോൾ എവിടെ പഠിച്ചു, ഏതിലുള്ള ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങൾ സ്റ്റഡി ചെയ്തത്, നല്ല രീതിയിലുള്ള ഏതെങ്കിലും ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ചോദിക്കുമ്പോൾ യാതൊന്നും പറയാൻ കാണത്തില്ല, റിജക്ട് ചെയ്യപ്പെടുകയാണ് പതിവ്. SAP സർട്ടിഫിക്കേഷൻ 50,000-നൊക്കെ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പുറത്ത്. അപ്പോൾ EME തന്നെ വന്ന് പഠിക്കണം നിർബന്ധമില്ലല്ലോ, അവിടെ എവിടെയെങ്കിലും പോയി പഠിച്ചാലും മതിയല്ലോ. ജർമ്മൻ ടെക്നോളജിയാണ് SAP എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ജർമ്മനി അവർ നിഷ്കർഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന SAPയുടെ LH അല്ലെങ്കിൽ ലേണിംഗ് ഹബ് എന്ന് പറയുന്ന, ഇന്ന് അതിൻ്റെ മാർക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ 1,30,000 പ്ലസ് GST ആണ് ആ ഒരു പർട്ടിക്കുലർ സോഫ്റ്റ്വെയറിന്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ആണ് EME എന്ന് കൊടുക്കുന്നത്. ആ സോഫ്റ്റ്വെയർ കൊടുത്തുകൊണ്ട് അതിലൂടെ പ്രാക്ടീസ് ചെയ്യിച്ച് 4 ടൈം എക്സാം അറ്റൻഡ് ഉള്ള ഒരു പ്രിവിലേജോട് കൂടിയാണ് നമ്മളിന്ന് SAP കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഓതൻറ്റിക് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു MNC ചെല്ലുമ്പോൾ എല്ലാ രീതിയിലുള്ള വെൽക്കം കിട്ടുന്നുമുണ്ട്. ഇപ്പം പലരും ഈ 50,000-നോ 40,000-നോ അല്ലെങ്കിൽ 30,000-നോ ഒക്കെ ഇന്ന് SAP കോഴ്സുകൾ ചെയ്യുമ്പോൾ അവർക്ക് നാളെ ഇൻഡസ്ട്രി ചെല്ലുമ്പോൾ എവിടെ പഠിച്ചു, ഏതിലുള്ള ബാക്ക്ഗ്രൗണ്ടിലാണ് നിങ്ങൾ സ്റ്റഡി ചെയ്തത്, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള ഏതെങ്കിലും ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ചോദിക്കുമ്പോൾ യാതൊന്നും പറയാൻ കാണത്തില്ല. അതുകൊണ്ട് തന്നെ അവർ റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് പതിവ്. തന്നെയല്ല, ഇങ്ങനെ നടത്തുന്ന ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലൊരു MNCയിലേക്ക് ആർക്കെങ്കിലും ഒരു ജോലി കൊടുത്തായിട്ട് നമ്മൾ ഇന്നുവരെയും കേട്ടിട്ടുമില്ല. ഇപ്പോൾ EME പോലുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്ന് 100 കണക്കിന് പ്ലേസ്മെൻറ്റ് ടയർ 1 കമ്പനികളിൽ MNCയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ അത് പ്രോപ്പറായിട്ട് SAP ജർമ്മനി എങ്ങനെ പറയുന്നു അങ്ങനെ കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ ഒരു വ്യത്യാസം അത്രയേ ഉള്ളൂ.